لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. ياسين والقرآن الحكيم إنك لمن المرسلين. صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. إن الإيمان يهرز إلى المدينة كما تهرز الحية إلى جهرها كما قال شفيعنا محمد رسول الله صلى الله عليه وعلى آله وأصحابه وأتباعه أجمعين. يا زينة الكونين جد لي وافرا يا بهجة الدهرين كلي ناصرا يا وافر العاسين كلي غافرا يا أكرم الثقلين يا كنز الورى جدري بجودك أرضني برضاك يا سيدي مددي سندي ويا عددي مؤيدي مددي أمدي على شددي مسيدي سددي عضدي بلا عددي كن آخذا بيدي خواجة معين الدين. لي خمسة نطفي بها هر الوباء الحاتمة المصطفى والمرتضى وابناهما والفاطمة. ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട ഉലമാക്കളെ, ഉമറാക്കളെ, ശിഹാബ് തങ്ങൾ ലിഫ്സലിന്റെ കർമ്മോത്സുകരായ പ്രിയപ്പെട്ട പ്രവർത്തകരെ, യുവ സുഹൃത്തുക്കളെ, ഉമ്മപെങ്ങന്മാരെ, സഹോദരി സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര മതങ്ങളിലുള്ള സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്ക് വിശുദ്ധ ഇസ്ലാമിന്റെ തത്വോധിഷ്ഠിതമായ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും ഞാൻ അർപ്പിക്കുകയാണ്. പരമാധിനാഥനും സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവുമായ പ്രപഞ്ചനാഥനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധ റബീഉൽ അവ്വലിന്റെ പൊൻപുലരികൾ ഓരോന്ന് വിട പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പ്രവാചക പുണ്യത്തിന്റെയും മഹത്വത്തിന്റെയും ഹുബ്ബുർ റസൂൽ എന്ന ശീർഷകത്തിന് താഴെ ചർച്ച ചെയ്യപ്പെടുന്ന ആത്മീയ അനുരാഗത്തിന്റെയും എല്ലാം മനോഹരമായ വേദികൾ, അള്ളാഹു സ്വീകരിക്കുന്ന വേദികളുടെ കൂട്ടത്തിൽ ഈ ഈങ്ങാപ്പുഴയിലെ മനോഹരമായ സദസ്സിനെ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. പാണക്കാട് സെയ്ദ് മുഹമ്മദ് ശിഹാബ് തങ്ങളുടെ പേരിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മേലിലും അവിടുത്തെ ഗുരുത്വവും പൊരുത്തവും പ്രതീക്ഷിച്ച് കരയുന്നവരുടെ കണ്ണീരുപ്പാനും സങ്കടപ്പെടുന്നവരുടെ മനസ്സിന് സമാശ്വാസം പകർന്നു നൽകാനും ഈ പ്രവർത്തകർക്ക് അള്ളാഹു തൗഫീഖ് നസീബാക്കി കൊടുക്കുമാറാകട്ടെ. ഈ കാലാവസ്ഥയിലും ഇവിടെ ഇത്ര സംവിധാനമൊരുക്കാൻ പരിശ്രമിച്ച, ഈ ഒരൊറ്റ ദിവസത്തിന്റെ ചില മണിക്കൂറുകൾ കൊണ്ട് ഇത്രത്തോളം ത്യാഗം ചെയ്തുകൊണ്ടൊരു വലിയ വിശാലമായ പന്തലൊരുക്കാൻ പരിശ്രമിച്ച ഇന്നാട്ടെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കൾക്ക് അല്ലാഹു രണ്ട് ലോകത്തും ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അതിലേക്ക് ഒഴുകിയെത്തിയ എന്റെ ഈ പ്രിയപ്പെട്ട പുലോടിലെ ഇങ്ങാപ്പുഴയുടെ ചുറ്റുവട്ടങ്ങളിലുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്ക് അല്ലാഹു എല്ലാവിധ ബുദ്ധിമുട്ടിൽ നിന്നും, അപകടത്തിൽ നിന്നും, ദുരന്തങ്ങളിൽ നിന്നുമെല്ലാം അല്ലാഹു പൂർണ്ണമായ കാവലേർപ്പെടുത്തുമാറാകട്ടെ.
ഈ സ്റ്റേജിലിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ട ഗുരുനാഥന്മാരും അറിവിന്റെ നിറമുള്ള വഴികളിലൂടെ ആത്മീയമായ പുരോഗതി ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു ഉമ്മത്തിനെ നയിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അവർക്കെല്ലാം അല്ലാഹു ഉഖ്റവിയായ ഉലമാക്കളിൽ പെടാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ഈ സദസ്സിൽ വളരെ നേരത്തെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ടവർ, വിശിഷ്യ എന്റെ സുഹൃത്തുക്കളായ മുത്തഅല്ലിമുകൾ, എല്ലാവർക്കും അല്ലാഹു നാളെ പരലോകത്ത് ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആരംഭ ശഫാഅത്ത് നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, കഥ പറയുന്ന മദീന എന്ന മനോഹരമായ വിഷയത്തിന്റെ ഒരു തുടർഭാഗമാണ് ഇന്ന് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. കഥ പറയുന്ന മദീന എന്ന വിഷയത്തിന്റെ ഒന്നാം ഭാഗത്തിന്റെ കാസറ്റ് അൽഹംദുലില്ലാ വിപണിയിൽ ഇറങ്ങിയതിന് ശേഷം 1000 വർഷം അത് പറഞ്ഞാലും മതിവരാത്ത, കൊതിതീരാത്ത മദീനയുടെ സുഗന്ധവും സൗന്ദര്യവും ഇനിയും ആവർത്തിക്കണമെന്ന അതിയായ ആഗ്രഹം എന്റെ പ്രിയപ്പെട്ട വിശ്വാസി സമുദായത്തിലെ ആശുക്യങ്ങളായ സഹോദരങ്ങൾ സമ്മാനിക്കുമ്പോ അവരുടെ ആഗ്രഹത്തിന് തിരിതെളിഞ്ഞുകൊണ്ട് കഥ പറയുന്ന മദീനയുടെ രണ്ടാം ഭാഗം ചർച്ച ചെയ്യാൻ അൽഹംദുലില്ലാ തീരുമാനിച്ചു. മദീന എന്നും മനസ്സിന് സുഖം നൽകുന്നതാണ്. മദീന എന്നും മനസ്സിന് മാസ്മരികമായ സന്തോഷത്തിന്റെ, ആത്മാഭിമാനത്തിന്റെ, ആത്മീയതയുടെ വേലിയേറ്റം കുറിക്കുന്ന ഒരു വലിയ അത്ഭുതകരമായ ഇഷ്കിന്റെ, ഇഷ്ടത്തിന്റെ, സ്നേഹത്തിന്റെ, അനുകമ്പയുടെ, ആർദ്രതയുടെ, വാത്സല്യത്തിന്റെ, പ്രേമത്തിന്റെ, അടുപ്പത്തിന്റെ, അതൃപ്പത്തിന്റെ, അലങ്കാരത്തിന്റെ, ആത്മീയതയുടെ ഒരു വലിയ സായുജ്യമാണ് മദീന. അല്ലാഹു ആ മദീനയെ വേണ്ട പോലെ സ്നേഹിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ എന്ന ആത്മാർത്ഥ പ്രാർത്ഥനയോടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മനോഹരമായ മദീനയുടെ തിരുമുമ്പിലേക്ക്, മസ്ജിദുൻ നബവിയുടെ ഹളറത്തിലേക്ക് ഒരു രാജ്യത്തിന്റെ കുറെ വക്താക്കൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിലേക്ക് അപേക്ഷ സമർപ്പിക്കുകയാണ്. ആ അപേക്ഷയിൽ അവരുടെ ഏറ്റവും വലിയ നിർബന്ധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബികളിൽ നിന്ന് ഒരാളെ തങ്ങളുടെ രാജ്യത്തിന്റെ ഖലീഫയായി, രാജ്യത്തിന്റെ മന്ത്രിയാക്കി നിശ്ചയിച്ചു തരണം എന്നതായിരുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് അവരിൽ ആരെയാണ് വേണ്ടത്? അവർ പറഞ്ഞു, അങ്ങയുടെ മുമ്പിൽ അഹ്ലു സുഫ എന്ന് പറയുന്ന മദീനയുടെ ഒരു തിണ്ണയുണ്ട്, ഒരു തിട്ടയുണ്ട്. അരപ്പട്ടിണിയും മുടുപ്പട്ടിണിയുമായി വിശപ്പ് വകവെക്കാതെ ഭൗതിക ലോകത്തിന്റെ സുഖരസങ്ങളെ അതിനോട് യാത്ര പറഞ്ഞ് അറിവിലൂടെ, അതബിലൂടെ ആത്മീയാനുഭൂതി നുകർന്നുകൊണ്ടിരിക്കുന്ന മദീനയുടെ മലർവനി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുഹളറത്തിൽ ഇരുന്നുകൊണ്ട് പ്രത്യേകിച്ച് തയ്യാറാക്കിയ, സജ്ജമാക്കിയ അഹ്ലു സുഫയിൽ ഇരുന്നുകൊണ്ട് അറിവും അതബും പഠിക്കുന്ന പ്രിയപ്പെട്ട സഹാബികളിൽ നിന്ന് മുആദ് റളിയല്ലാഹു അൻഹുവിനെയാണ് ഞങ്ങൾക്ക് ആവശ്യമെന്ന് ആ പ്രിയപ്പെട്ടവർ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞിട്ടുണ്ട്, അലമു ഉമ്മത്തി ബിൽ ഹലാലി വൽ ഹറാമി മുആദ്, എന്റെ ഉമ്മത്തിൽ ഹറാമിനെ കുറിച്ച്, ഹലാലിനെ കുറിച്ച് ഏറ്റവും അധികം ബോധ്യമുള്ളത്, ഏറ്റവും അധികം അറിവുള്ളത് അത് മുആദ് റളിയല്ലാഹു അൻഹുവിനാണ് എന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ മുആദ് റളിയല്ലാഹു അൻഹുവിനെ ഒരു രാജ്യത്തിന്റെ ഖലീഫയായി ലഭിച്ചാൽ, മുആദ് റളിയല്ലാഹു അൻഹുവിനെ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയായി ലഭിച്ചാൽ, ആ രാജ്യത്തിന് പിന്നെ അപാകതകളില്ല, ആ രാജ്യത്തിന് പിന്നെ പ്രതിസന്ധികളില്ല, ആ രാജ്യത്തിന്റെ ദാരിദ്ര്യം, ആ രാജ്യത്തിന്റെ കഷ്ടപ്പാട്, ആ രാജ്യത്തിന്റെ സർവമാന ബുദ്ധിമുട്ട്, പ്രയാസ, ദുരന്ത ദുരിതങ്ങളെല്ലാം മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ കരുത്തിലൂടെ, കരവിരുതിലൂടെ, പരിശ്രമത്തിലൂടെ മാറ്റിയെടുക്കാൻ കഴിയുമെന്ന 100% വിശ്വാസത്തോടെ ആ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മുആദ് റളിയല്ലാഹു അൻഹുവിനെ ആവശ്യപ്പെട്ടു. ആരാവശ്യപ്പെട്ടാലും തയ്യാറോടുകൂടി സജ്ജരായി രംഗത്തു വരുന്ന ഒരു അധികാരത്തിന്റെ, അല്ലെങ്കിൽ ഒരു അധികാരത്തിന്റെ കസേരയ്ക്ക് വേണ്ടിയുള്ള ഒരു കൊതിയും ആഗ്രഹവും ആർക്കാണ് വരാതിരിക്കുന്നത്? മഹാനായ മുആദ് റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വിഷയം പറയാൻ വേണ്ടി വിളിച്ചു. പ്രിയപ്പെട്ട സഹാബികളൊക്കെ വന്നുകൂടി. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
അവരോടായി പറഞ്ഞു, മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിനെ ഒരു രാജ്യത്തിന്റെ ഖലീഫയായി, ഒരു രാജ്യത്തിന്റെ നേതാവായി നിശ്ചയിച്ചുകൊണ്ടുള്ള ഉത്തരവാണ്. അതുകൊണ്ട് മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ സമ്മതാനുവാദം വേണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കി പ്രശംസയോടുകൂടി എല്ലാവരും പുഞ്ചിരിച്ചു. ആരാഗ്രഹിച്ചാലും ആരും ഇഷ്ടപ്പെട്ടാലും ലഭിക്കാത്ത ഒരു വലിയ പദവി ആഗ്രഹിക്കാതെ തന്നെ ചോദിക്കാതെ തന്നെ മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിന് ലഭിച്ചപ്പോൾ സന്തോഷം കൊണ്ട് മഹാന്മാരായ സഹാബികൾക്ക് വല്ലാത്ത ആനന്ദം തോന്നിപ്പോയി. മുആദ് റളിയല്ലാഹു തആല അൻഹു സമ്മതിച്ചാൽ മാത്രം മതി. മുആദ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമ്മതം ചോദിച്ചു. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു തലകുമ്പിട്ടിരുന്ന് കരയാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് മുആദേ നീ കരയുന്നത്? സഹാബികൾ ചിന്തിച്ചു പോയി, പടച്ചവനെ, മുആദ് റളിയല്ലാഹു അൻഹു എന്തിനാണ് കരയുന്നത്? മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിന് കിട്ടിയിരിക്കുന്നത് ആരും ആഗ്രഹിച്ചു പോകുന്ന ഒരു രാജ്യത്തിന്റെ അധികാരത്തിന്റെ പദവിയാണ്. എന്നിട്ട് ആ മുആദ് റളിയല്ലാഹു അൻഹു എന്തിനായിരിക്കും കരയുന്നത്? പ്രിയപ്പെട്ട സഹാബികൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പേ മുആദ് റളിയല്ലാഹു അൻഹു കരയുന്ന കാര്യമറിയാതെ സങ്കടത്തോടെ വിഷമത്തോടെ ഇരിക്കുമ്പോൾ മഹാനായ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട മുആദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, മുആദേ നീ കരയുന്നത് എന്തിനാ? മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് അധികാരം വേണ്ട റസൂലേ, എനിക്ക് അധികാരം വേണ്ട ഹബീബേ, ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയായിട്ടുള്ള അധികാരം എനിക്ക് ആവശ്യമില്ല എന്ന് മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എന്തേ കാരണം മുആദേ? ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയായി നിന്നെ നിശ്ചയിക്കുമ്പോൾ, നിന്നെ നിയമിക്കുമ്പോൾ എന്തുകൊണ്ടാണ് എനിക്കത് വേണ്ട എന്ന് പറഞ്ഞ് പിന്തിരിയാനുള്ള കാരണമെന്ന് ചോദിക്കുമ്പോൾ മഹാനായ മുആദ് റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് സങ്കടത്തോടെ പ്രവാചകരോട് പറയുകയാ, അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നിറകണ്ണുകളോട് പറയുന്ന, യാ റസൂലല്ലാഹ്, അധികാരം കിട്ടി രാജ്യത്തിന്റെ വിശാലതയ്ക്ക് വേണ്ടിയിട്ട്, രാജ്യത്തിന്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട്, ആ രാജ്യത്ത് കഴിയുന്ന പ്രിയപ്പെട്ട ജനങ്ങളുടെ സങ്കടം മാറാൻ, അവരുടെ അഭിവൃദ്ധിക്ക് വേണ്ടി, ക്ഷേമത്തിന് വേണ്ടി പരിശ്രമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാധുവായ മുആദ് റളിയല്ലാഹു തആല അൻഹു പരിശ്രമിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ മനോഹരമാകുന്ന മദീനയുണ്ടല്ലോ, ആര് കണ്ടാലും കൊതിവീരാത്ത മദീനയുണ്ടല്ലോ, ആരാസ്വദിച്ചാലും മതിവരാത്ത മദീനയുടെ സൗന്ദര്യത്തിന്റെ വിരിമാറിലെ ഏറ്റവും വലിയ സൗന്ദര്യമായി പടുത്തുയർത്തിക്കപ്പെട്ടിരിക്കുന്ന അഹ്ലു സുഫ എന്ന് പറയുന്ന പ്രത്യേക സ്ഥലമുണ്ടല്ലോ. ഇതൊന്ന് ഓഫ് ചെയ്ത് രണ്ടും ഓഫ് ചെയ്ത് വെച്ചാലും മതി. അഹ്ലു സുഫ എന്ന് പറയുന്ന പ്രത്യേകമായ സ്ഥലമുണ്ടല്ലോ. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മുആദ് റളിയല്ലാഹു അൻഹു പറയുകയാ, അല്ലാഹുവിന്റെ റസൂലേ, ആ പ്രധാനപ്പെട്ട സ്ഥലത്തിരുന്നുകൊണ്ട് ഇൽമു പഠിക്കുന്നതിന്റെ സുഖം നിങ്ങൾക്കറിയില്ല റസൂലേ. അവിടുന്ന് അതരമൊഴികളിലൂടെ ആവർത്തിക്കപ്പെടുന്ന മനോഹരമായ അറിവിന്റെ പ്രകാശബിന്ദുക്കളുണ്ടല്ലോ. പട്ടിണിയെല്ലാം മറന്നുകൊണ്ട്, കഷ്ടപ്പാട് സങ്കടവും ദുഃഖവും മറന്നുകൊണ്ട് ആ മനോഹരമായ പിട്ടപ്പുറത്ത് വന്നിരുന്നുകൊണ്ട് പഠിക്കുന്ന ഇൽമുണ്ടല്ലോ. ഒരു രാജ്യത്തിന്റെ അധികാരം കിട്ടിയിട്ട് അവിടേക്ക് കടന്നു ചെല്ലുമ്പോ അത് പഠിക്കാൻ ഈ പാവപ്പെട്ട മുആദിന് കഴിയില്ല നബിയേ, ഈ പാവപ്പെട്ട മുആദിന് കഴിയില്ല റസൂലേ. അതുകൊണ്ട് എന്നെ നിർബന്ധിക്കല്ല നബിയേ, ഒരു രാജാധികാരത്തിന്റെ ഉള്ളറയിലേക്ക് എന്നെ വലിച്ചഴച്ചു കൊണ്ടുപോയാൽ അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയുമായിട്ട് മദീനയുടെ തിട്ടയിൽ നിന്നുകൊണ്ട് അങ്ങയുടെ അതരമുടികളെ കവർന്നെടുക്കാൻ മഴവേടുന്ന വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട സഹാബത്തിന്റെ മുന്നില് അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് അറിവ് കരസ്ഥമാക്കാൻ കഴിയില്ല, അതുകൊണ്ട് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുകയാ, പ്രിയപ്പെട്ട മുആദേ, ഈ പഠിച്ചതൊക്കെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കുന്നതിന് ഒരു സമുദായത്തിന് നേതൃത്വം കൊടുത്തിട്ട് അവരെ അറിവിന്റെ അഴകിന്റെ വഴിയിലേക്ക് നേതൃത്വം കൊടുക്കുമ്പോ നിനക്ക് കിട്ടുന്ന പ്രതിഫലം ഇതിനേക്കാൾ വണ്ണമായതാണെന്ന് പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷമാണ് മദീനയുടെ മലർവനിയിലെ മധുരമായ ഈമിന്റെ മഹത്തായ പൂങ്കാവനത്തിൽ നിന്നിട്ട് അധികാരത്തിന്റെ സോപാനത്തിലേക്ക് പോകാൻ മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു മനസ്സ് വെച്ചു പോരെങ്കിൽ സഹാബികൾ മുഴുവനും അങ്ങനെയായിരുന്നു.
മദീനയ്ക്ക് പകരം എന്ത് ദിനാമെന്ന് പറഞ്ഞാലും അവർക്ക് വേണ്ടായിരുന്നു. മദീനയുടെ മസ്ജിദിൻ നബവിക്ക് പകരം, മദീനയുടെ മണൽവനിക്ക് പകരം, മദീനയുടെ മണവാളന് പകരം ഭൗതിക ലോകത്തെ എന്തൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് കൽബ് തുറന്ന മദീനയെ ഉള്ളിൽ വെച്ചിരുന്നവരായിരുന്നു. ആ പ്രേമം എന്റെ പ്രിയപ്പെട്ട കേരള ജനതയുടെ ഉമ്മത്തിന്റെ ഉള്ളറയിൽ നഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുകയാണ്. ആ പ്രേമം തിരികെ കൊണ്ടുവരാനുള്ള പരിശ്രമമാണ് കേരളത്തിന്റെ ഹുബ്ബ് റസൂൽ പ്രവാചക സംഗമവേദികളിലൂടെ അൽഹംദുലില്ലാഹ് സുന്നത്ത് ജമാഅത്തിന്റെ പ്രത്യേകിച്ച് സമസ്തയുടെ കർമ്മധീരന്മാരായ പ്രിയപ്പെട്ട പണ്ഡിതന്മാരുടെ ഉദ്യമം നടക്കുന്നത്. അൽഹംദുലില്ലാഹ് പ്രവാചാനുരാഗത്തിന്റെ ഏറ്റവും വലിയ പടുവർഷമാണ് പാണക്കാട് കുടുംബത്തിന്റെ കെടാവിളക്കായ പൊളിഞ്ഞുപോയാലും പൊളിയാതെ തിരുനിൽക്കുന്ന സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങളുടെ നാമനിർദ്ദേശത്തോടുകൂടി ആരംഭിച്ചിരിക്കുന്ന കാരുണ്യ പരിപാടിയുടെ ഈ മനോഹരമായ സംഗമത്തിൽ വന്ന് പ്രിയപ്പെട്ടവരെ, മനസ്സിന്റെ സൗന്ദര്യത്തിന് മദീനയുടെ സൗന്ദര്യം ആവശ്യമാ, മനസ്സിന്റെ സ്നേഹത്തിന് മദീനയുടെ സ്നേഹം ആവശ്യമാ, മനസ്സിന്റെ സമാധാനത്തിന് മദീനയുടെ കഥകൾ ആവശ്യമാ. ഈങ്ങാപ്പുഴയുടെ മനോഹരമായ സരസിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിന്റെ ഈമാനിന്റെ ശക്തിക്ക് മദീനയുടെ ചരിത്രം അനിവാര്യമാണ്. നാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന, നാം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സ്വലാത്തിന്റെ മാധുര്യത്തിന്റെ ആധിക്യം കൂടാ ആ മദീനയുടെ കഥ കേൾക്കൽ അനിവാര്യമാണ്. ആ പ്രവാചകനോട് അതിർവരമ്പുകൾ കടന്നുകൊണ്ടുള്ള ഒരു പ്രേമത്തിന്റെ, അനുരാഗത്തിന്റെ, ഇഷ്ടത്തിന്റെ ബഹ്റ് നീന്തി കിടക്കാ ആ പ്രവാചകന്റെ മനസ്സ് കവർന്നുപോലെ മദീന എന്ന സുന്ദരിയുടെ, ആ മദീന എന്ന സുന്ദരിയുടെ ചമയങ്ങളെ കുറിച്ച് പഠിക്കൽ അനിവാര്യമാണ്. ആ പ്രവാചകന്റെ മനസ്സിനെ സ്വാധീനിച്ച മദീന എന്ന സുന്ദരിയുടെ വസ്ത്രത്തിന്റെ മനോഹാരതയെ കുറിച്ച് പഠിക്കൽ അനിവാര്യമാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, റബീഉൽ അവ്വലിന്റെ മനോഹരമായ ദിവസങ്ങൾ ഇവിടെ പറയുമ്പോ, ജനലക്ഷങ്ങളെ കൊണ്ട് മദീനയുടെ മണ്ണ് പുളകം കൊള്ളുമ്പോ, അന്നകരെ റൗളാ ശരീഫിന്റെ മനോഹാരിത മനസ്സിന്റെ അകത്ത് കരുതിയിട്ട് സങ്കടങ്ങളെല്ലാം മറക്കാ, പ്രയാസങ്ങളെല്ലാം മറക്കാ, സാമ്പത്തികത്തിന്റെ ബുദ്ധിമുട്ടും പ്രതിസന്ധികളും മനുഷ്യന്റെ മനസ്സിനെ ബേജാറിലാക്കുമ്പോൾ പരിശുദ്ധ റബീഉൽ അവ്വലിന്റെ 12 ചോറ് വെച്ച് പാവപ്പെട്ടവർക്ക് വിതരണം നടത്താൻ, കുഞ്ഞു മക്കളോടൊപ്പം ഘോഷയാത്രയിൽ നടന്നുപോയി അവർക്ക് മിഠായി വിതരണം നടത്താൻ, എത്ര നോട്ട് നിരോധിച്ചാലും എന്റെ പ്രവാചകനോടുള്ള അനുരാഗത്തെ പറയാ ഒരു രാഷ്ട്രീയ കാപാലികന്മാർക്കും കഴിയില്ലെന്ന് പ്രഖ്യാപിച്ച് പ്രവാചകന്റെ പ്രേമം ഒരു തീഗോളം പോലെ മനസ്സിന്റെ കത്ത് ആളിപ്പടന്നുകൊണ്ടേറിയ എന്റെ കോടിക്കോടി ഇന്ത്യയിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മദീനയുടെ മണ്ണിന്റെ നൊമ്പരവും സന്തോഷവും തിരിച്ചറിയുക. അതൊരു 1-ാം ഭാഗത്തിലൂടെയോ 2-ാം ഭാഗത്തിലൂടെയോ പറഞ്ഞു തീർക്കാനുള്ളതല്ല. അതൊരു അനുരാഗത്തിന്റെ ബഹ്റാണ്. അതിന്റെ ഓരോ തിരമാലകൾ ഓരോ സദസ്സിലൂടെ ഇട്ട് വരുമ്പോ സ്വീകരിച്ച് ആനയിച്ച് ആസ്വദിച്ച് ആനന്ദിച്ച് ഉല്ലസിച്ച് ഉത്സാഹിച്ച് ആ മദീനയുടെ മണം നുകരാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളും മനസ്സ് വെക്കുക, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിനുള്ള മഹാഭാഗ്യം നമുക്ക് തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 450 കിലോമീറ്റർ യാത്ര ചെയ്ത് മക്കത്ത് നിന്ന് പ്രതിസന്ധികളുടെ മുകളിലൂടെ നടന്ന്, പ്രയാസങ്ങളുടെ മുകളിലൂടെ പറന്ന്, പട്ടിണിയുടെ പരിവട്ടത്തിന്റെ കഷ്ടപ്പാടിനിടയിലൂടെ പുഞ്ചിരി തൂകിലിട്ട് നെഞ്ചു വിരിച്ചു നടന്നുപോയ ത്വാഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മദീനത്ത് വന്നതിന് ശേഷമാണല്ലോ മദീനയുടെ കഥകൾക്ക് സുഖമുണ്ടായത്. പ്രവാചകർ മദീനക്ക് വന്നതിന് ശേഷമാണ് മദീനയുടെ ചരിത്രത്തിന് പുളകമുണ്ടായത്. പ്രവാചകർ മദീനത്ത് വന്നതിന് ശേഷമാണ് മദീനയുടെ മനോഹാരിതയ്ക്ക് ആധിക്യമുണ്ടായത്. അതുകൊണ്ട് തന്നെ മഹാനായ പ്രവാചകർ മദീനത്ത് വന്ന് ജനങ്ങൾ സ്വീകരിച്ചിട്ടും പ്രവാചകന്റെ മുഖത്ത് സന്തോഷമില്ല. ജനങ്ങളെല്ലാം പ്രവാചകരെ സ്വീകരിച്ചു. തൊലകൾ ബദറു അലൈനാ പാടി മദീനയുടെ കുഞ്ഞുകുട്ടികൾ കുളിച്ച് ശുഭവസ്ത്രം ധരിച്ച് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആനയിച്ചു കൊണ്ടുവന്നു. പക്ഷേ പിറന്ന നാടിൽ നിന്ന് വിട പറഞ്ഞു വന്ന പ്രവാചകർക്ക് മദീനയുടെ മുറ്റത്ത് വന്നിട്ട് മനസ്സിന്റെ അകത്ത് സങ്കടം നിറഞ്ഞു നിൽക്കുകയാ. സഹാബികൾ ചോദിച്ചു, നബിയേ
അങ്ങയുടെ മുഖത്ത് സന്തോഷം വരാത്ത കാരണമെന്താ? പഠിക്കണമെന്റെ കോഴിക്കോട് ഇല്ലക്കാരാ. പ്രവാചകർ മദീനത്ത് സങ്കടം വന്ന സമയം മുഴുവനും പഠിക്കുക. പ്രവാചകന്റെ മുഖത്ത് സന്തോഷം വന്ന മദീനയുടെ മാസ്മരികമായ നിമിഷങ്ങളെ മുഴുവനും നമ്മൾ അയവിറക്കുക. അപ്പോഴാണ് മദീനയെന്ന് സുന്ദരി നമ്മെ പ്രേമിക്കുക. അപ്പോഴാണ് മദീനയിലേക്ക് ലയിക്കാൻ നമുക്ക് കഴിയുക. അങ്ങനാണ് മദീനയുടെ മഹബത്തിന്റെ മാധുര്യം നുകർന്ന് മരിക്കാൻ കഴിയുക. അതിലൂടെയാണ് കബറും പരലോകവുമില്ല. അല്ലാഹുവേ പടച്ചവനെ, ആ സ്നേഹവലയത്തിന്റെ റൗണ്ടിനകത്താക്കാൻ നമുക്ക് കഴിയുക. സഹാബികളോട് റസൂലേ, ഈ നിറമുള്ള മണമുള്ള സുഗന്ധമുള്ള സൗന്ദര്യമുള്ള മദീനയുടെ മണ്ണിൽ വന്നിട്ട് എന്തേ പ്രവാചകരെ അങ്ങയുടെ മുഖമിങ്ങനെ സങ്കടത്തിലിരിക്കുന്നത്? മക്ക എന്ന രാജ്യത്തെ കല്ലെറിഞ്ഞ് കുറ്റപ്പെടുത്തി പരിഹരിച്ച ത്വയ്ഫിന്റെ തെരുവോരത്ത് കറുത്ത തെണ്ടിപ്പിള്ളേരെ കൊണ്ട് കരിങ്കൽ ചീലുകൾ പറഞ്ഞ് പ്രവാചകന്റെ ശരീരത്തിലേക്ക് എറിഞ്ഞു വിട്ടിട്ട് പോലും അല്ലാഹുവിന്റെ റസൂലേ അങ്ങയെ സ്വീകരിക്കാ മുല്ലപ്പൂക്കളപ്പെടുന്നത് പോലെ കാത്തിരിക്കുന്ന മദീനയുടെ വിരിമാറ് അല്ലാഹുവിന്റെ റസൂലേ, ഈ പ്രിയപ്പെട്ട ജനങ്ങളൊക്കെ സജ്ജരായി തയ്യാറായി എന്നിട്ട് യാ ഹബീബല്ലാഹ്, പിന്നെ എന്തിനാ സങ്കടം നബിയേ? പിന്നെ എന്തിനാ നൊമ്പരം നബിയേ? പിന്നെന്തിനാ പ്രയാസം നബിയേ? ഈ സ്വീകരണമെല്ലാം വാങ്ങിയിട്ട് പ്രവാചകർ പിന്നെ പ്രയാസപ്പെട്ടത് എന്തിനാ? അത് മദീന എന്ന സുന്ദരിയായ ആ കാമുകിക്ക്, ആ പ്രേമിനിക്ക്, ആ ആഷിക്കിന് സങ്കടത്തോടുകൂടി മാത്രമേ നമ്മളോട് പറഞ്ഞു തരാൻ കഴിയുള്ളൂ. ഇത്രയും സ്നേഹം കൊടുത്ത മദീനയിൽ വന്ന ഉടനെ പ്രവാചകർക്ക് പിന്നെ ഒരു സങ്കടം എന്തായിരുന്നു? പ്രവാചകർ മക്കത്തുനിന്ന് വരുന്നതിന് മുമ്പ് തന്റെ കരളിന്റെ കഷണമായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ, നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾക്കൊരു ചെറിയ പ്രശ്നമുണ്ടെങ്കിൽ ഈ സദസ്സിൽ ഞാൻ എത്ര നീട്ടിപ്പരത്തി അത് പറഞ്ഞാലും എന്റെ പ്രിയമുള്ളവരെ, നിങ്ങളുടെ മനസ്സ് സങ്കടം കൊണ്ട് നിറയും. ചിന്ത വീട്ടിലിങ്ങനെ പതിഞ്ഞിരിക്കും. ആ ചിന്ത വീട്ടിലായിരിക്കും. മക്കളുടെ ചിന്ത ഇങ്ങനെ തികട്ടി മനസ്സിലേക്ക് വരും. അതെപ്പോഴും അങ്ങനെയാണ്. ഞാനാണെങ്കിലും അങ്ങനെയാണ്, നിങ്ങളാണെങ്കിലും അങ്ങനെയാണ്. ആ ചിന്ത നമുക്ക് നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റാൻ കഴിയില്ല. എന്റെ പ്രിയമുള്ളവരെ, ആ മനോഹരമായ മദീനയിൽ വന്ന പ്രവാചകന്റെ മനസ്സിൽ മുടക്കി കിടന്നത് തന്റെ പ്രിയപ്പെട്ട മകളുടെ ചിന്തയായിരുന്നു. എവിടെ പോയി മകൾ? എവിടെ പോയി? മക്കത്ത് നിന്ന് മദീനത്തേക്ക് വരുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, ഫാത്തിമ, നിന്നെ മദീനത്തേക്ക് വിടുകയാണ്. ഉപ്പാന്റെ കൂടെ മദീനത്തേക്ക് വരണ്ട മോളെ ഫാത്തിമ. ഉപ്പാന്റെ കൂടെ ഉപ്പാനോടൊപ്പം മദീനത്തേക്ക് വന്നാൽ പൊന്നുമോളെ ഫാത്തിമ, 100 ഒട്ടകം കിട്ടുമെന്ന് കരുതിയിട്ട് ഉപ്പാന്റെ തലവെട്ടിയെടുക്കാൻ ശത്രുക്കൾ കാത്തിരിക്കുകയാണ്. 100 ഒട്ടകം കിട്ടുമെങ്കിൽ മുഹമ്മദിന്റെ തലവെട്ടിയെടുക്കാൻ ശത്രുക്കൾ കാത്തിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ ഫാത്തിമ, നീ ഞങ്ങളോടൊപ്പമാണ് മദീനത്തേക്ക് വരുന്നതെങ്കിൽ കഴിയില്ല മോളെ ഫാത്തിമ, കഴിയില്ല. അതുകൊണ്ട് മഹാനാര സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയും ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയും കൂടിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വിടുകയാ, ഞാൻ മദീനത്ത് വരുമ്പോ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോക്കൊരു പോറൽ പോലും ഏൽപ്പിക്കാതെ മദീനത്ത് കൊണ്ടുവരും എന്ന ഉറപ്പോടെ മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു ഒട്ടകപ്പുറത്ത് ഒട്ടകക്കട്ടിലെടുത്ത് വെച്ചിട്ട് മദീനത്തേക്ക് യാത്ര തിരിച്ചുപോയി. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ മദീനത്ത് വന്ന് കാത്തിരിക്കുകയാ. പ്രവാചകര് മദീനത്ത് വന്ന് കാത്തിരിക്കുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കാണുന്നില്ല. സഹാബികളോട് പറഞ്ഞു, എന്റെ ഫാത്തിമ വന്നിട്ടില്ലല്ലോ. മക്കത്തിരുന്ന് 450 കിലോമീറ്റർ ഉണ്ട് മദീനത്തേക്ക് വരാ. എല്ലാവരും മക്കത്തുനിന്ന് വന്ന എല്ലാവരും മദീനത്തെത്തിയിട്ട് കുറെ സമയമായല്ലോ. ഇവിടെ വനാന്തരങ്ങളുടെ ഉള്ളറയിലൂടെ വന്യജീവികൾക്കിടയിലൂടെ എന്റെ ഫാത്തിമ റളിയല്ലാഹു അൻഹ കടന്നു വരുന്നത് എങ്ങനെയാകും? വല്ലാതെ സഹാബികളുടെ മനസ്സിന്റെ ആശങ്കയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയുടെ മുറ്റത്ത് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്താ വഴിയിൽ സംഭവിച്ചതെന്നറിയുമോ? പ്രവാചകന്റെ മനസ്സ് കീഴടക്കി പോയ ഫാത്തിമ റളിയല്ലാഹു അൻഹ, പ്രവാചകന്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു പോയ ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ രണ്ടുപേരും കൂടി മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒട്ടകക്കട്ടിൽ നിന്നുകൊണ്ട് സന്തോഷത്തോടെ വരികയാണ്. ഒരു പ്രതിസന്ധിയും വഴിയിൽ വരുന്നില്ല, ഒരു തടസ്സവും വഴിയിൽ വരുന്നില്ല. സന്തോഷത്തോടെ ആ ഒട്ടകസംഘം മുമ്പോട്ട് യാത്ര ചെയ്യുമ്പോഴല്ലാ
ഉവൈരിസ് എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ഒരു ശത്രുവത. പ്രവാചകന്റെ പൊന്നുമോള് മദീനത്തേക്ക് പോകുന്നുണ്ട് എന്നറിഞ്ഞ് ഊരിപ്പിടിച്ച വാളുമായിട്ട് സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒട്ടകത്തിന്റെ മുമ്പിലേക്ക് എടുത്ത് ചാടുകയാ. എന്നിട്ട് മഹാനായ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒട്ടകക്കട്ടിൽ തള്ളുകയാണ്. മഹാനായ സെയ്ദ് റളിയല്ലാഹു അൻഹു നിലത്ത് വന്ന് വീഴുകയാണ്. ഉവൈരിസ് ചോദിക്കുന്ന സെയ്ദേ, ഈ ഒട്ടകക്കട്ടിലിന്റെ പുറത്താരാ സെയ്ദേ? ഒട്ടകക്കട്ടിലിന്റെ പുറത്താരാ സെയ്ദേ? മഹാനായ സെയ്ദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ പറയില്ല. ചാട്ടവാറെടുത്തു, വാളെടുത്തു. മഹാനായ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ അടിക്കാനോ നീയപ്പോ ഇടുപ്പിൽ കരുതിയിരുന്ന മൂർച്ചയേറിയ വാളതാ മഹാനായ സെയ്ദ് റളിയല്ലാഹു അൻഹു വലിച്ചൂരുകയാണ്. ഈ ഒട്ടകക്കട്ടിലിരിക്കുന്നത് എന്റെ കരളിന്റെ കഷണമാണെന്ന് റസൂലുള്ള പറഞ്ഞ മുത്തുമോള് ഫാത്തിമയാണടാ. റസൂലുള്ളാഹിയുടെ പൊന്നുമോള് ഉമ്മു കുൽസുമാണടാ. ആ പ്രിയപ്പെട്ട മക്കൾക്ക് ഒരു പോറലേൽപ്പിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞപ്പോ മഹാനായ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ ഉവൈരിസ് കൈകൊണ്ട് തള്ളുകയാണ്. അല്ലാഹുവേ, മക്കയിൽ നിന്ന് മദീനത്തേക്ക് പോകുന്ന വഴിയിൽ മഹാനായ സെയ്ദ് റളിയല്ലാഹു അൻഹു നിലത്ത് വന്ന് വീണപ്പോൾ ഊരിപ്പിടിച്ച വാളെടുത്തുകൊണ്ട് മഹാനായ സെയ്ദ് റളിയല്ലാഹു അൻഹു കടന്നു വന്ന ഒട്ടകത്തിന്റെ 2 കാല് വെട്ടുകയാ, ഒട്ടകത്തിന്റെ 2 കൈ വെട്ടുകയാ. ആ ഒട്ടകപ്പുറത്തിരുന്ന മഹദിയാറ ഫാത്തിമ, റസൂലുള്ളാഹിയുടെ കരളേ ഫാത്തിമ, വമൻ അഹബ്ബഹാ അഹബ്ബനി. ആരാണെന്റെ ഫാത്തിമയെ ഇഷ്ടപ്പെടുന്നത് അവരെന്നെ ഇഷ്ടപ്പെട്ടവനാണ്, അവരെ ഞാൻ ഇഷ്ടപ്പെടുന്നതാണെന്ന് നബിയേ മുഹമ്മദ് മുസ്തഫ. എത്ര സ്നേഹം കൊടുത്താലും മതി വരാത്ത പൊന്നുമോളെ ഫാത്തിമ മക്കയുടെ മണ്ണിൽ ചീഞ്ഞു പുഴുത്തു മാറിയ ഒട്ടകത്തിന്റെ കുടൽമാല പ്രവാചകന്റെ കഴുത്തിലിട്ടിട്ട് തലയെടുത്ത് ഉയർത്താൻ കഴിയാതെ ആ സുജൂദിൽ കിടക്കുമ്പോ കുഞ്ഞു കൈകൾ കൊണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ വന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട്, വാപ്പാ പിതാവേ അവിടെ എഴുന്നേൽക്കണമെന്ന് പറഞ്ഞ് ഒട്ടകത്തിന്റെ കുടലിൽ പിടിച്ച് പൊട്ടിക്കരഞ്ഞു പോയ പൊന്നുമോളെ ഫാത്തിമ, പൊന്നുമോളെ ഫാത്തിമ. പ്രവാചകന്റെ കണ്ണു നിറയുന്നത് ഫാത്തിമാക്ക് രസമുള്ള കാര്യമല്ല. ഫാത്തിമയുടെ മനസ്സ് സങ്കടപ്പെടുന്നത് പ്രവാചകന് ഉഷാറുള്ള കാര്യമല്ല. അതുകൊണ്ടതാ മഹാനായ സെയ്ദ് റളിയല്ലാഹു അൻഹു നിലത്ത് വീണപ്പോ ഉവൈരിസ് എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ശത്രുവത ഊരിപ്പിടിച്ച വാളുകൊണ്ട് ഒട്ടകത്തെ താങ്ങും വിലങ്ങും വെട്ടുകയാണ്. ഒട്ടകത്തിന്റെ പുറപ്പിരിക്കുന്ന ഒട്ടകക്കട്ടിന് നിരത്തി വീഴുകയാ. ഫാത്തിമ റളിയല്ലാഹു അൻഹ മരുഭൂമിയിൽ വീഴുകയാ. ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹ മരുഭൂമിയിൽ വീഴുകയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ ചാടിയെഴുന്നേറ്റപ്പോൾ ഒരു രാക്ഷസനെ പോലെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഉവൈരിസ് പറയുകയാ, നീ മദീനത്തേക്ക് പോവില്ല ഫാത്തിമ, നീ മദീനത്തേക്ക് പോവില്ല ഫാത്തിമ. നിന്റെ പിതാവ് ഞങ്ങളെ വെട്ടിച്ച് മദീനത്തേക്ക് കടന്നു കഴിഞ്ഞു എന്നറിയാൻ കഴിഞ്ഞു. അതുകൊണ്ട് മദീനയിലേക്ക് നിന്റെ പിതാവ് കടന്നു ചെല്ലുമ്പോൾ അവിടെ മുഹമ്മദിന്റെ മോളുണ്ടാവൂല, അവിടെ മുഹമ്മദിന്റെ മോളുണ്ടാവൂല, അവിടെ ഫാത്തിമ ഉണ്ടാവില്ല. ആ ഫാത്തിമയെ നിങ്ങൾ ഈ മരുഭൂമിയിലിട്ട് വെട്ടിയിടുമെന്ന് പറഞ്ഞപ്പോ മഹാനായ സെയ്ദ് റളിയല്ലാഹു അൻഹു വാളൂരിയെടുപ്പിൽ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട ഫാത്തിമ നീ ഒന്നും ചെയ്യില്ലടാ. എന്റെ ഫാത്തിമയുടെ ശരീരത്തിൽ ഒരു പിടി മണ്ണ് വാരിയിടാൻ നിനക്ക് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ധീരനായ ധൈര്യവാനായ മഹാനായ സെയ്ദ് റളിയല്ലാഹു അൻഹു ആ വാളൂരി എടുത്തുകൊണ്ട് ശത്രുവിനോട് പോരടിച്ചിട്ട് പറയുന്നു, ഫാത്തിമ, ഫാത്തിമ ഇതുവഴി ഓടിക്കോ ഫാത്തിമ, ഒട്ടകം മരിച്ചുപോയല്ലോ. ഉവൈരിസിന്റെ വെട്ടേറ്റുകൊണ്ട് ഒട്ടകം മരിച്ചുപോയല്ലോ, ഒട്ടകത്തിന്റെ കൈകാലുകൾ വെട്ടിയിരുന്നല്ലോ. റസൂലുള്ളാഹിയുടെ പൊന്നുമോള് യാത്ര ചെയ്തു വന്ന ഒട്ടകം മരണപ്പെട്ടു പോയപ്പോ ഫാത്തിമ നീ ഓടുക ഫാത്തിമ. ശത്രുക്കൾ നിന്റെ പിന്നാലെ ഓടിയെത്തുന്നതിന് മുമ്പ്, ശത്രുക്കൾ നിന്നെ മയക്കിയെടുക്കുന്നതിന് മുമ്പ് ഫാത്തിമ, ഫാത്തിമ, ഫാത്തിമ നീ മദീനയുടെ മനോഹരമായ വഴിപ്പാറയിലൂടെ ഓടുക. സുബ്ഹാനല്ലാഹ്, മദീനയുടെ മണ്ണിൽ ആരംഭ റസൂൽ കാത്തിരിക്കുകയാണ്. എവിടെയാണ് ഫാത്തിമ എന്നറിയാ, എവിടെ ഫാത്തിമ എന്നറിയാ കാത്തിരിക്കുമ്പോൾ മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹ, മഹാനായ സെയ്ദ് റളിയല്ലാഹു അൻഹു തളർന്ന് അവശരായി ക്ഷീണിതരായി മദീനയുടെ മനോഹരമായ കവാടം കടന്നു വരുമ്പോൾ
ആരംഭ റസൂല് പുഞ്ചിരിക്കുകയാണ്. ഈ കണ്ണീരും പുഞ്ചിരിയും മദീനക്ക് മറക്കാൻ കഴിയില്ല. ഈ കണ്ണീരും പുഞ്ചിരിയും മദീനക്ക് മറക്കാൻ കഴിയില്ല. എന്തൊരു രസമുള്ള രംഗമാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ശബ്ദം ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കണം. ഭയങ്കര മുഴക്കവും ആൾക്കൊന്നും മനസ്സിലാവത്തില്ല. മുമ്പിലിരിക്കുന്നവർക്ക് ഭയങ്കര മുഴക്കാണ്. അപ്പോ ഈ കണ്ണീരിന്റെ കഥ മറക്കാൻ കഴിയില്ല, ഈ പുഞ്ചിരിയുടെ കഥയും മറക്കാൻ കഴിയില്ല. അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്ത് വന്ന ഈ രണ്ട് വന്ന ഉടനെയുള്ള സംഘത്തിന്റെയും അത് കഴിഞ്ഞ് പിന്നെ 1 കോടി പനിനീർദളങ്ങൾ ഒരുമിച്ച് വിടരുന്ന സന്തോഷവും മദീനയുടെ മണ്ണിനെ മറക്കാൻ കഴിയില്ല. പക്ഷെ സഹാബികൾ എപ്പോഴും ചിന്തിച്ചത് അതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മദീനയുടെ മണ്ണിൽ നിന്നുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എനിക്ക് ശേഷം വരാനുണ്ട്, അവർക്ക് പരലോകത്ത് വലിയ സ്ഥാനമുണ്ട് എന്ന് നബി തങ്ങൾ സഹാബത്തിനോട് എപ്പോഴും പറയുമായിരുന്നു. എപ്പോഴും പറയും. മദീനത്ത് വെച്ച് അധിക പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരിക്കൽ പ്രിയപ്പെട്ട സഹാബികൾ മദീനയെ സാക്ഷി നിർത്തിയിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ സഹോദരങ്ങൾ എന്ന് പറയാൻ മാത്രം പദവിയുള്ളവർ ആരാണ്? അങ്ങയുടെ സഹോദരങ്ങൾ എന്ന് മാത്രം പറയാൻ സ്ഥാനമുള്ളവർ ആരാണ്? അത് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് മറുപടി കൊടുത്തതെന്തെന്നറിയോ? അവരെന്നെ കണ്ടിട്ടില്ല, അവരെന്നെ കാണാതെ സ്നേഹിക്കുന്നവരാണ്. സഹാബികളെ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് എന്നെ കണ്ടതുകൊണ്ടാണ്, എന്റെ മുഅ്ജിസത്ത് അനുഭവിച്ചതുകൊണ്ടാണ്, എന്റെ പ്രവാചകത്വത്തിന്റെ അത്ഭുതങ്ങൾ മനസ്സുകൊണ്ട് അംഗീകരിച്ചതുകൊണ്ടാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെയല്ലേ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങനെയല്ലേ? മുആദ് റളിയല്ലാഹു അൻഹു അങ്ങനെയല്ലേ? അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബികളെ, നിങ്ങളെല്ലാവരും എന്റെ അനുയായികളാണ്, അനുചരന്മാരാണ്. പക്ഷേ എന്റെ സഹോദരങ്ങൾ എന്ന് പറയുന്നവരാരെന്നറിയുമോ? അവരെന്നെ കാണാതെ എന്നെ അനുസരിക്കുന്നവരാ. ഞാൻ അവരെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെട്ടില്ലെങ്കിലും എന്നെ അംഗീകരിക്കുന്നവരാണ്. എന്റെ ചരിത്രം കേൾക്കുമ്പോ കരയുന്നവരാണ്. എന്റെ മനസ്സിന്റെ കത്ത് സ്വീകരിക്കുന്നവരാണ് അവരാരെന്നറിയോ? പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലശേഷം വരുന്ന ഉമ്മത്തിൽപ്പെട്ടവരാണ്. പ്രവാചകരെ നേരിട്ട് കാണാൻ കഴിയുന്നില്ലെങ്കിൽ ആ പ്രവാചകന്റെ പേര് പറയുമ്പോൾ പുളകം കൊള്ളുന്നവരാണ്. മൗലാനാ മുഹമ്മദ് അലി ജോർ ബ്രിട്ടീഷ് പട്ടാളക്കാരുടെ പിരിമുമ്പിൽ ആരംഭ റസൂലിന്റെ പ്രേമത്തിന്റെ, ഇഷ്ടത്തിന്റെ, സ്നേഹത്തിന്റെ സിംഹക്കുട്ടിയായിട്ട് ആ പ്രേമത്തിന്റെ ആഴം പ്രകടമാക്കി കൊടുത്തത് പ്രവാചകരെ കണ്ടതുകൊണ്ടല്ല. അല്ലാമാ ഇഖ്ബാൽ രാവും പകലുമില്ലാതെ പ്രേമക്കവിതകൾ എഴുതിയിട്ട് പൊട്ടിക്കരഞ്ഞത് ആ പ്രവാചകനെ കണ്ടതുകൊണ്ടല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഭൂരോടിലെയും ഈങ്ങാപ്പടിയുടെയും ചുറ്റുവട്ടങ്ങളിൽ പരിശുദ്ധ റബീഉൽ അവ്വലിന്റെ രാത്രിയില് അനേകായിരം സലാത്ത് സലാമുകൾ ചൊല്ലി എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് തലയിൽ തട്ടമിട്ട് പൊട്ടിക്കരഞ്ഞത് റസൂലുള്ളാഹിയെ കണ്ടതുകൊണ്ടല്ല. എന്റെ മുമ്പിൽ വന്നിരിക്കുന്ന നിങ്ങൾ ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പറയുമ്പോ ആവേശത്തോടെ സലാത്ത് ചൊല്ലുന്നത് റസൂലുള്ളാഹിയെ കണ്ടതുകൊണ്ടല്ല. മദീനത്തേക്കൊന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്നത് ആ നബിതങ്ങളെ നിങ്ങളെ നേരിട്ട് കണ്ടതുകൊണ്ടല്ല. പ്രവാചകന്റെ അത്ഭുതങ്ങളെ നേരിട്ട് കണ്ണു തുറന്ന് കണ്ടു മനസ്സിലാക്കിയത് കൊണ്ടല്ല. മറിച്ച് സുബ്ഹാനല്ലാഹ്, നേരിട്ടൊരൊന്നും കാണാറ് ഒരു പ്രവാചക പ്രേമിയുടെ മനസ്സറിയാതെ പ്രവാചകനിലേക്ക് മദീനയിലേക്ക് പോകുന്നത് കൊണ്ട് അവരാണെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെന്ന് പറഞ്ഞെങ്കിൽ ആ സഹോദരങ്ങളായി നാളെ മഹ്ശറ വൻസഭയിൽ, ആ സഹോദരങ്ങളായി നാളെ പരലോകത്ത്, ആ സഹോദരങ്ങളായി നാളെ മഹ്ശറയിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പരലോകത്തിന്റെ കോടതിയിൽ ചെമ്പ് പഴുത്ത തറയിൽ കൈകാലുകൾ വിയർപ്പിൽ കുളിച്ചു മുങ്ങി നിൽക്കുമ്പോൾ അശ്ശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖാ വഹലനാ ഇല്ലാഹ സയ്യിദി ഖൈറൻ നബി. പ്രവാചകാനുരാഗത്തിന്റെ അനുയായികളെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഹൗദുൽ കൗസർ കൊടുക്കുമ്പോ, അള്ളാന്റെ റസൂൽ ശഫാഅത്ത് നടത്തുമ്പോ ആ പുണ്യഭൂമിയിലെ വിജയത്തിന് വേണ്ടിയിട്ട് ആ സഹോദരങ്ങളാകാൻ പരിശ്രമിക്കുക. നബിദിന ഘോഷയാത്ര പോകുമ്പോ കോഴിക്കോടിന്റെയും കൊടുവള്ളിയുടെയും താമരശ്ശേരിയുടെയും ഈങ്ങാപ്പുഴയുടെയും പരിസരങ്ങളിൽ തലയിൽ തട്ടമിടാറ് പള്ളയും മാറും തുറന്നിട്ടുകൊണ്ട് ഘോഷയാത്ര കാണാൻ എന്തി വലിഞ്ഞ് എത്തി നോക്കുന്ന മുസ്ലിം പെണ്ണേ,
ആ പ്രവാചകർ ഇഷ്ടപ്പെട്ട അനുയായികളുടെ കൂട്ടത്തിൽ നിന്റെ പേരുണ്ടാവില്ല. ആ പ്രവാചകാനുയായികളുടെ പേരെഴുതിയ കൂട്ടത്തിൽ എന്റെ ചെറുപ്പക്കാരാ, ഹറാം ചെയ്തിട്ടാണ്, അനാശാസ്യം പ്രവർത്തിച്ചിട്ടാണ്, അലങ്കാരങ്ങളും ആഘോഷങ്ങളും അതിർവരമ്പുകൾ കടന്നുപോയിട്ട് ഒരു പ്രവാചകന്റെ തനതാര മൂല്യത്തെ കബറടക്കിയിട്ടാണ് എന്റെ കോഴിക്കോട് ഇല്ലെങ്കിൽ ചെറുപ്പക്കാര് കടന്നു വരുന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട യുവത്വമേ, നിങ്ങൾക്കതിന് കഴിയില്ല. ആ പ്രവാചകനാനുരാഗത്തിന്റെ മഹബത്ത് നേടാ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് കഴിയില്ല. അല്ലാഹുവേ, പടച്ചവനെ, അതിനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് തരണേ അല്ലാ. ആ ഇഷ്ടവും മഹബത്തും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തരുമാറാകട്ടെ. ലൈവ് ഒന്ന് ഓഫ് ചെയ്ത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ ഈമാനു യഹ്രിസു ഇലൽ മദീന കമാ തഹ്രിസുൽ ഹയ്യത്തു ഇലാ യുഹരിഹാ. പാമ്പ് തന്റെ മാളത്തിലേക്ക് കടന്നു ചെല്ലുന്നത് പോലെ, പാമ്പ് തന്റെ മാളത്തിലേക്ക് മടങ്ങുന്നത് പോലെ ഈമാൻ മദീനയിലേക്ക് മടങ്ങുമെന്ന്